ഒരു കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ 15,000 പേർ എന്ന് കേൾക്കുമ്പോൾ ഒരു ഞെട്ടലുണ്ടാവില്ലേ? നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അപ്പോൾ ആദ്യം വിശേഷങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ലോകത്തെ ഏറ്റവും വലിയൊരു കുടുംബമേള, അതിന്റെ റെക്കോർഡ് മലപ്പുറത്തേക്ക് വരുന്നു. കാരണം 15,000 പേരാണ് തയ്യൽ കുടുംബത്തിന്റെ കുടുംബ സംഗമത്തിന് എത്തിയത്. കണ്ടുനോക്കൂ. ഞാൻ ആലോചിച്ച് ചിലയിടങ്ങളിൽ ഇപ്പോൾ ഒരു സ്കൂളിലെ ഗെറ്റ് ടുഗദർ ആണെങ്കിൽ ഇപ്പോൾ ഒരു 50 പേരെ ഒരുമിച്ച് കൂട്ടി പരിപാടി സംഘടിപ്പിക്കാൻ പോലും പലപ്പോഴും പറ്റാറില്ല. അവിടെയാണ് 15,000 പേരെയൊക്കെ കൂട്ടി ഒരു കുടുംബ സംഗമം. ഇത് സമ്മതിക്കണം, അത് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചവരെ. അരുണ, ഇതെങ്ങനെ പറ്റി? ഇതെങ്ങനെ സാധ്യമായത്? ദിവിഷ്, ഇന്നത്തെ കാലത്ത് അനിവാര്യമായൊരു സന്ദേശം കൂടിയാണ് ഈ ഒരു കുടുംബമേള നൽകുന്നത് എന്നുള്ളത് കൂടിയാണ്. ഈ ബന്ധങ്ങളൊക്കെ ശിഥിലമാകുന്ന കാലഘട്ടത്തിൽ എല്ലാവരെയും ചേർത്ത് പിടിക്കുക, ഒപ്പം ഉണ്ടാവുക എന്നൊരു വലിയ സന്ദേശമുണ്ട്. എങ്കിൽ പോലും ഈ ഒരു കുടുംബമേള കൗതുകകരമായിട്ട് നമുക്ക് പറയാം ഒരു 1.5 കുടുംബമേള എന്നൊക്കെ. സാധാരണ 15,000 ആളുകൾ പങ്കെടുത്തുകൊണ്ടാണ് ഈ ഒരു കുടുംബമേള നടക്കുന്നത്. അതിന് ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സും കിട്ടിയിരിക്കുകയാണ്. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ ഇത്തരം ഒരു സന്ദേശം കൊടുക്കുമ്പോൾ അതിന്റെ എല്ലാ പ്രൗഢിയോടും കൂടിയായി എന്നുള്ളതാണ്. തിരൂരങ്ങാടിയിലുള്ള ഈ തയ്യൽ കുടുംബം, അവരുടെ തറവാട് തയ്യൽ കുടുംബം എന്ന് പറയുന്ന പ്രമുഖമായ അവിടുത്തെ തറവാടാണ്. അപ്പോൾ കേരളം ആകെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ അവരുടെ ആളുകളെല്ലാം തന്നെ എല്ലാ മേഖലയിലും ഉണ്ട്. അവരെയൊക്കെ ഈ പ്രാദേശിക കൂട്ടായ്മകളിലൂടെയൊക്കെ കണ്ടുപിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ എല്ലാവരെയും ഒരു സ്ഥലത്ത് എത്തിച്ചത്. ഈ തയ്യൽ കുടുംബാംഗങ്ങൾ എല്ലാവരും പരിചയം ഒതുക്കുകകൂടിയാണ്. പരസ്പരം അറിയാത്ത ആളുകൾ പോലും ആ കുടുംബത്തിൽ ഉണ്ടാകും എന്നുള്ളതൊക്കെ തന്നെയാണ്. പക്ഷെ എല്ലാവരും ഒപ്പം തയ്യൽ കുടുംബത്തിന്റെ പേര് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ആ വേദിയിൽ ഒന്നിച്ചു. അതിനൊരു അംഗീകാരവും അവരെ തേടിയെത്തി. ഇതൊരു സന്ദേശം കൂടിയാണ്. നമ്മുടെ ഈ ബന്ധങ്ങളൊക്കെ കാലത്തിനും അപ്പുറത്തേക്കായി തന്നെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ആ ബന്ധങ്ങളെല്ലാം നല്ല സന്ദേശങ്ങളായി തന്നെ ഇതുപോലെ. ശരിയാണ്. പക്ഷെ ഇത്രയും 15,000 പേരിലേക്കൊക്കെ ഇത് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ വീണ്ടും അവരെ അഭിനന്ദിക്കുകയാണ്.